പക്ഷെ അവിടുത്തെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന സംഭവമാണ്. പ്രോപ്പർ സർവീസ് അല്ല കൊടുക്കുന്നത്. അതായത് റേറ്റ് കുറഞ്ഞിട്ടുള്ള വണ്ടികളത് ഒരുപാട് റേറ്റ് കുറഞ്ഞിട്ടുള്ള വണ്ടികൾ വരുന്നു. അത് ചിലപ്പോൾ 21 സർവീസ് ഉണ്ടാവും, പിന്നെ 23 ചെയ്തതാവും, പിന്നെ ചിലപ്പോൾ 25. പണ്ടേ വീഡിയോയിൽ പറയുന്നതാണ് സർവീസ് നോക്കാന്ന് വെച്ചാൽ 10 അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കറക്റ്റ് സർവീസ് 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വർഷം. നമ്മളൊക്കെ 10-13 വർഷമായി ഇപ്പൊ ഈ ഫീൽഡിൽ കേരള നമ്പർ ആക്കിയിട്ടാണ് ഇത്. ചിലപ്പോൾ നിങ്ങൾ ഡൽഹി വിലയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഇങ്ങോട്ടേക്ക് മാറാൻ എത്ര ടാക്സ് വരും? 390 400 രൂപയുടെ അടുത്ത് ടാക്സ് തന്നെ വരുന്നുണ്ട്. അപ്പൊ മാറണമെങ്കിൽ മാറിയിട്ടുള്ള വിലയാണ് ഇപ്പൊ. ഏറ്റവും ഫുൾ ഓർഡർ വാഹനമാണ്. സ്മാർട്ട് ഹൈബ്രിഡ് ആയിരിക്കും അല്ലേ? സ്മാർട്ട് ഹൈബ്രിഡ് ഒരു 14-17 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും. അതെ 16 വരെ എന്തായാലും കിട്ടും. ഇവിടെ ഒരു ജോലി ഓഫറും കൂടി ഉണ്ട്. ഒരു ലേഡി സ്റ്റാഫിന് ആവശ്യമുണ്ട്. വണ്ടിയെ പറ്റി അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന ഒരു ലേഡി സ്റ്റാഫിന് ആവശ്യമുണ്ട്. കാരണം ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാവില്ല, നമ്മള് കൂടുതലും ഡൽഹിയിലല്ലേ. അപ്പൊ ഇവിടെ വരുമ്പോൾ ഒരാള് പോവാണ്, അതുകൊണ്ടാണ് വേക്കൻസി. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു മാനേജ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റാഫിനെ ജെൻസിനെ നോക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വർക്ക്ഷോപ്പ് പെയിന്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് അത്യാവശ്യം അറിയുന്ന ഒരു മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ജെൻസിന് നോക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വണ്ടിയുടെ വീഡിയോ മാത്രമല്ല, ഒരു തൊഴിലവസരത്തിനെ കുറിച്ചുള്ള വീഡിയോ കൂടിയാണ്. നമ്മൾ വന്നിരിക്കുന്നത് നുവാകാസിലാണ്. ഓക്കെ, നുവാകാസിൽ ഷബീർ ഭായി നമ്മുടെ കൂടെ. അപ്പോ എന്താ തൊഴിലവസരം? എന്താണ് തൊഴിലവസരം എന്ന് വെച്ചാൽ നമുക്ക് വർക്ക്ഷോപ്പ് കാര്യങ്ങൾ നമ്മളത് ഓപ്പണിംഗ് ഉണ്ട്. അതായത് ഈ ഷോറൂമിന് തൊട്ട് പുറകിൽ തന്നെ വർക്ക്ഷോപ്പ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിലേക്ക് നല്ല വർക്കേഴ്സിനെ, അതേപോലെ പിന്നെ പെയിന്റിങ് അറിയുന്ന അവരെ, പിന്നെ അതുപോലെ എന്താ പറയാ പോളിഷിങ് കാര്യങ്ങള്, ഇങ്ങനത്തെ കുറച്ച് ആളുകളെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ഇനി വണ്ടി പർച്ചേസ് ചെയ്യാൻ ഫുൾ പണി ഇവിടുന്ന്, വർക്ക് അവിടെ തന്നെ പുറത്തുനിന്ന് ചെയ്യാവുന്ന ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം വെച്ചാൽ നമ്മൾ ചെറിയ ടച്ചപ്പ് നമ്മൾ ഡയറക്റ്റ് പാർട്ടിന്റെ അടുത്ത് എടുക്കുന്ന വണ്ടികളായതുകൊണ്ട് തന്നെ ചെറിയ സ്ക്രാച്ചുകളെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യാൻ പുറത്ത് കൊടുക്കുമ്പോൾ കുറെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ടൈം മാത്രമല്ല, ക്യാഷിന്റെ ഒക്കെ എല്ലാത്തിനും കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്നുണ്ട്. പെയിന്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലയിടത്തൊക്കെ കൊണ്ടുപോയി കിട്ടാൻ പാടാം. അപ്പൊ നമ്മൾ തന്നെ ഒന്ന് സെറ്റായിട്ട് കുറച്ചേക്കും സെറ്റാക്കി തുടങ്ങിയിട്ട്, പക്ഷെ പണികൾ ഇപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലാണ്. അപ്പൊ അത്യാവശ്യം ഇവിടെ നല്ല വർക്ക് അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൊക്കേഷൻ വരുന്നത് തലക്കടത്തൂരാണ്. അതായത് മലപ്പുറം തിരൂര് കോട്ടക്കൽ തിരൂർ റൂട്ടില് തലക്കടത്തൂർ. അപ്പൊ അങ്ങനത്തെ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കോൺടാക്ട് ചെയ്യാം. സെയിം നമ്പർ തന്നെ, വണ്ടി എടുക്കാൻ വിളിക്കുന്ന നമ്പർ. അപ്പൊ വണ്ടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ നുവാകാസിനെ പറ്റി പറയുകയാണെങ്കിൽ ബഡ്ജറ്റ് റേറ്റ് തന്നെ നിങ്ങൾക്ക് വാഹനങ്ങൾ. പിന്നെ ജിതിൻ ഭായി മാത്രമേ നമ്മളെ വീഡിയോസ് ചെയ്യലുള്ളൂ. ഞാൻ അവരെ കൊണ്ട് മാത്രമേ ചെയ്യിക്കാറുള്ളൂ. പൊതുവെ പുറത്തുള്ള ആരെയും നമ്മൾ വിളിക്കാറില്ല. കുറെ കാലമായിട്ടുള്ള മലയാളത്തിൽ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. എന്താണോ കറക്റ്റ് കാര്യങ്ങൾ വണ്ടിയുടെ അത് ക്ലിയർ കട്ട് ആയിട്ട് പറഞ്ഞിട്ട് തരും. അത് ക്ലിയർ ആയിട്ട് തന്നെ പറയുള്ളൂ. കാരണം റേറ്റ് ആണെങ്കിൽ നമ്മൾ NOCന്റെ റേറ്റ് കറക്റ്റ് ആയിട്ട് പറയും. പ്രൈസ് പറയാത്തൊരു കച്ചവടം നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് എടുത്തു കൊടുത്തിരുന്നതാണ് ആദ്യം. ഇപ്പോഴാണ് ഇപ്പോൾ ഇതിങ്ങനെ തുടങ്ങിയിട്ടുള്ളത്. കാരണം ഡയറക്റ്റ് എടുത്തു കൊടുക്കലാണ്. അങ്ങനെ ആ താല്പര്യമുള്ളവർക്കും ബന്ധപ്പെടാം. കാരണം നമ്മൾ ഡയറക്റ്റ് എടുത്തു കൊടുക്കുമ്പോൾ കുറെ ഡിസ്കൗണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ ഡയറക്റ്റ് പാർട്ടിയുടെ വണ്ടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കച്ചവടക്കാരുടെ വണ്ടികളൊന്നും നമ്മൾ ഇത്രയും കാലമായിട്ട് എടുത്തിട്ടില്ല, ചെയ്യൂല. ടാക്സി വണ്ടികൾ നമ്മൾ അത്യാവശ്യപ്പെട്ടവർ പറയുമ്പോൾ അതിന് സർവീസ് ഉള്ള വണ്ടികൾ മാത്രമേ നമുക്ക് ചെയ്തു കൊടുക്കാം. എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ എല്ലാ സെഗ്മെന്റും ഉണ്ട് കേട്ടോ. പ്രീമിയം ഉണ്ട്, ടൊയോട്ടയുടെ വണ്ടികളുണ്ട്, പിന്നെ ബ്രസ ഉണ്ട്, അൾട്ടോ വരെ ഉണ്ട്. അതെ, ആൾട്ടോ ഒക്കെ ചിലതൊക്കെ പാർക്ക് ആൻഡ് സെയിൽ വണ്ടികൾ കൊടുത്തിട്ടാണ് ആൾക്കാർ. കുഴപ്പമില്ലാത്ത നല്ല വണ്ടികൾ മാത്രം എടുത്തിട്ട് ഇടുന്നതാണ്. പുറത്തുനിന്ന് കച്ചറ വണ്ടികൾ അങ്ങനത്തെ ഒക്കെ കൂടി ജാം ആക്കിയിട്ടുള്ള പരിപാടികൾ. അപ്പൊ ഷോറൂമിന്റെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് ഉണ്ടല്ലോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജോലിക്ക് വേണമെങ്കിൽ അതിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോയിലേക്ക് പോകാം അല്ലേ? നമ്മുടെ ആദ്യ വാഹനം ഒരു ഒറിജിനൽ കേരള വണ്ടി ബ്രസയാണ്. KL 55 തിരൂർ വരുന്ന വാഹനം അല്ലേ? എങ്ങനെയാ മോഡൽ കാര്യങ്ങൾ? ഇത് ഒരു ഗൾഫുകാരന്റെ വണ്ടിയാണ്. ആള് പാർക്ക് ആൻഡ് സെയിൽ ആയിട്ട് കൊടുത്തിട്ടാണ് നമുക്ക്. അത് ശരിയാണ്. 2024 മോഡലാണ്. 24 അപ്പൊ 27 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. കമ്പനി വാറണ്ടിയിൽ. ഓക്കെ, 24 6 മാസം അല്ല? 6 മാസം വണ്ടിയാണ്. പിന്നെ ZDI പ്ലസ് ആണ്, ഏറ്റവും ടോപ്പിന്റെ മോഡലാണ്. ZXi പ്ലസ് ഏറ്റവും ഫുൾ ഓർഡർ വാഹനമാണ്. സ്മാർട്ട് ഹൈബ്രിഡ് ആയിരിക്കും അല്ലേ? സ്മാർട്ട് ഹൈബ്രിഡ് ഒരു 14-17 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും. അതെ 16 വരെ എന്തായാലും കിട്ടും. 16 ക്ലിയർ ആയിട്ടുള്ള മൈലേജ് ലോങ്ങില് കിട്ടും. സ്മാർട്ട് ഹൈബ്രിഡ് ആണല്ലോ. ഫുള്ളാണെങ്കിൽ പെട്രോൾ വേരിയന്റ് ആണ്. അപ്പോ ക്ലെയിമോ കാര്യങ്ങളോ? ഇല്ല, ഒന്നുമില്ല. സർവീസ് ഒക്കെ ക്ലിയർ ആണ്. കിലോമീറ്റർ 40,000 കിലോമീറ്ററിന്റെ സർവീസ് ഇപ്പൊ കേസ് കൊടുന്നു വെച്ചാണ്. ഓട്ടം പോയിട്ടുണ്ട്. സെമി ഹൈബ്രിഡ് എടുത്ത് തന്നെ ഓടാനായിരിക്കും. അതെ. ആളിപ്പോ പുറത്താണ്. വണ്ടിയാണ്, അടിപൊളി വണ്ടി വെച്ചാൽ ഒരു വിധം ഒന്നുമില്ല പ്രത്യേകിച്ച് പറയാൻ. ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്, എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടി. അതെ. അപ്പൊ നമുക്ക് സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉള്ള
ഇത് അന്ന് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ട്? ഇത് 1590 16 റുപ്യന്റെ ഉള്ളിലേ ഉള്ളൂ അത് ശരി. ടോട്ടല്. അതായത് കേരള പേപ്പർ ആക്കിയിട്ടുള്ള സോറി ഓർമ്മയില്ല കാരണം എന്താ പറയാ പുറത്തത്തെ വണ്ടികൾ മാത്രമേ നമ്മൾ ചെയ്യണം. അപ്പൊ ഇടയ്ക്ക് മിസ്റ്റേക്ക് പറ്റുന്നതാണ്. അപ്പൊ അന്ന് ഏകദേശം 16 റുപ്യന്റെ ഉള്ളിലുള്ളൂ. എത്ര ഇപ്പൊ ചോദിക്കുന്നത്? ഇതിപ്പോ ഒരു 10.75 ലാസ്റ്റ് പറഞ്ഞിട്ടില്ല നമ്മൾ. 10,77,000 ആണ്. പാർട്ടിയോട് ചോദിച്ചിട്ട് പാർട്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ചെയ്ത് കൊടുക്കുക. കസ്റ്റമർ ഡയറക്റ്റ് വരുമ്പോ നമുക്ക് സംസാരിപ്പിച്ചു കൊടുക്കും. കുഴപ്പമൊന്നുമില്ല. ഒരു മാക്സിമം ലോൺ കിട്ടുമല്ലോ. പിന്നെ എന്തായാലും 9-10 റുപ്യന്റെ ഉള്ളിൽ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. നല്ല ടയേഴ്സും എല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളി വണ്ടിയാണ്. പ്രത്യേകിച്ച് ഒരു പരിക്കുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഫുൾ ഫിറ്റ് വണ്ടിയാണ്. അടുത്തത് പ്രീമിയം സെഗ്മെന്റ് ആണ്. റേഞ്ച് റോവർ ഇവോക്ക് ഡൽഹി രജിസ്ട്രേഷൻ കിടക്കുന്ന വാഹനം. ഏതാ മോഡൽ ഇത്? ഇത് 2019 മോഡൽ. 19 ആണ്. ഓക്കെ. ഡൈനാമിക് ആണ് ഓപ്ഷൻ വരുന്നത്. പിന്നെ 2024 ലാസ്റ്റ് വരെ സർവീസ് ഉണ്ട് കേട്ടോ. 25 നമ്മൾ കൊടുന്ന വണ്ടിയാണ്. ഒരു ഫസ്റ്റ് മന്തിൽ തന്നെ നമ്മൾ ഡെലിവറി എടുത്ത വണ്ടിയാണ്. അപ്പൊ നമ്മളെ ഈ എന്താ പറയാ പാർട്ട്നേഴ്സ് ഫണ്ടിങ് ഇറക്കുന്ന ആൾക്ക് കുറച്ച് കൊണ്ടടക്കല് പരിപാടി ഉള്ളതുകൊണ്ട് മൂപ്പരാള് കൊണ്ടടക്കുന്നതുകൊണ്ടാണ് കുറച്ച് ലൈറ്റ് ആയത്. അപ്പൊ 2024 ലാസ്റ്റ് വരെയും ക്ലിയർ ടു ക്ലിയർ സർവീസ് ഉള്ള വണ്ടിയാണ്. പിന്നെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഡൈനാമിക് ആണ് ഓപ്ഷൻ. 19 മോഡൽ. കിലോമീറ്റർ വെറും 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ജെന്യൂൻ ആണ്. പക്ക ജെന്യൂൻ വണ്ടി. അതായത് ഞാൻ പറഞ്ഞത് കിലോമീറ്റർ ലാസ്റ്റ് 24 ലാസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട്. അതായത് 25ത്തെ സർവീസിന് 24 പിന്നെ 25 നമ്മൾ കൊടുത്തിട്ട് പിന്നെ നമ്മളിപ്പോ ചെയ്തിട്ടില്ല. നമുക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ സർവീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുഴപ്പമൊന്നുമില്ല. അപ്പോ എത്രയാ ഇപ്പോ ഇത് ഇപ്പോ NOC റേറ്റ് നമ്മൾ 23.5 ഇട്ടിട്ടുള്ളത്. എക്സ്ചേഞ്ചും അവൈലബിൾ ആണ് കേട്ടോ. കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് 23 ലക്ഷം NOC റേറ്റ്. 19 മോഡല്. വലിയ ഓട്ടോ പോയിട്ടില്ല. അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. പിന്നെ ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ എത്ര കാണും? ഒരു 7-8 ലക്ഷം റുപ്യന്റെ അടുത്ത് വരും. 8 ലക്ഷം. ഫുള്ള് കമ്പനി കേരള പേപ്പർ ആക്കി കിട്ടണമെന്നുണ്ട്. 8 ലക്ഷം റുപ്യ എന്തായാലും. ഡൈനാമിക് ആണ് ഓപ്ഷൻ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത എന്താ പ്രീമിയം കാറ്റഗറി മെഴ്സിഡസ് ബെൻസ് E250 ആണ്. ഡൽഹി രജിസ്ട്രേഷൻ തന്നെ കിടക്കാണ് വാഹനം. അതായത് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ഒരു പ്രീമിയം നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. ഒരു 16-17 പക്ക കിട്ടുന്നുണ്ട്. ക്ലിയർ ടു ക്ലിയർ ആണ്. പിന്നെ മെയിൻ്റെനൻസും കുറവാണ് കമ്പാരിറ്റീവ്ലി. പിന്നെ സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉള്ള E250D ആണ് വണ്ടി. 2014 സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഇപ്പോഴും ഉള്ളത്. ഓക്കെ. പിന്നെ 3 വർഷം മുന്നേ NOC എടുത്ത വണ്ടിയാണ്. ഓൾറെഡി NOC പെരിന്തൽമണ്ണ എടുത്താണ്. വണ്ടി ഓൾറെഡി NOCയിലുള്ള വണ്ടിയാണ്. പിന്നെ നമ്മളിപ്പോ കേരള പേപ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ആണ് ഇപ്പൊ അത് പറയാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അതിന് ടാക്സിൽ ചെറിയ വ്യത്യാസമുണ്ട്. കാരണം 3 വർഷം മുന്നേ വന്നതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊരു ഫൈനും എടുക്കുന്നുണ്ട്. എന്നാലും മാക്സിമം ഒപ്പിച്ചിട്ട് ഒരു 14 ലക്ഷം റുപ്യക്കൊക്കെ നമുക്ക് കേരള പേപ്പർ ആക്കി കൊടുക്കാൻ പറ്റും. 14 ലക്ഷത്തിന് മോഡൽ പറഞ്ഞ 14 മോഡൽ അല്ല, കേരള പേപ്പർ ആക്കിയിട്ട് 14 ലക്ഷത്തിന്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ. അതായത് വേറെ അപാകത മേജർ ആക്സിഡന്റ് ഒരു സാധനം കിലോമീറ്റർ 1,04,000 കിലോമീറ്റർ. 1.4 ഓടി അല്ല. ഓക്കെ. ഫുള്ള് ഒരു ഗ്ലാസ് പോലും മാറാത്ത വണ്ടി കേട്ടോ. ഫുൾ ഫിറ്റ് വണ്ടി. കേരള നമ്പർ ആക്കിയിട്ടാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഡൽഹി വിലയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഇങ്ങോട്ടേക്ക് മാറാൻ എത്ര ടാക്സ് വരും? 390 4 റുപ്യന്റെ അടുത്ത് ടാക്സ് തന്നെ വരുന്നുണ്ട്. അപ്പൊ മാറണമെങ്കിൽ മാറിയിട്ടുള്ള വിലയാണ് ടോട്ടലി. അതെ, ചേഞ്ച് ആയിട്ടുള്ള വില കേട്ടോ അത് പറയുന്നത്. വേറെ ഒന്നും ചെയ്യണ്ട അതിന്റെ മുകളിൽ നിങ്ങൾ. സാറിന് നിങ്ങൾ ഡൽഹി വണ്ടീന്റെ 14ന്റെ മുകളിൽ വില കേട്ടിട്ട് അതുമായിട്ട് ഇത് കമ്പയർ ചെയ്യുന്നത്. ടാക്സ് അടക്കണം 4 ലക്ഷം. അത് മറന്നോണ്ട. അതെ, അതുകൊണ്ടാണ് ഇത് കറക്റ്റ് ആയിട്ട് തന്നെ പറയാൻ കാരണം നമ്മൾ കൂടുതൽ NOC റേറ്റും പറയാറുണ്ട്. 14 ലക്ഷം അല്ലേ പറഞ്ഞത്? 14 ലക്ഷം റുപ്യ കേരള പേപ്പർ ആക്കിയിട്ട് തരുന്ന റേറ്റ്. കേരള നമ്പർ ആക്കി. അതിലും എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എല്ലാ വണ്ടികൾക്കും. അപ്പൊ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എക്സ്ചേഞ്ച് ഉണ്ട്. നമ്മൾ എല്ലാ വണ്ടികൾക്കും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ വണ്ടികൾ തന്നെ ഇപ്പൊ നമ്മള് കൊടുക്കുന്ന വണ്ടികൾ തന്നെ വേറെ വണ്ടികൾ നമ്മളെ ആവശ്യക്കാർ ഇപ്പോ ചിലപ്പോൾ ഒരു ഇന്നോവ എടുക്കുന്നവർക്ക് നാളെ ക്രിസ്റ്റ വേണ്ടി വരും. അങ്ങനെയുള്ളതും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ കസ്റ്റമേഴ്സിന് തന്നെ അറിയാവുന്നതാണ്. അടുത്തത് ഹോണ്ടയുടെ ഒരു പ്രീമിയം കാറ്റഗറിയാണ്. ഹോണ്ട അക്കോർഡ്. ഡൽഹി രജിസ്ട്രേഷൻ തന്നെ. ശരിക്കും എനിക്കൊന്ന് ബെൻസിലെ കട നീട്ടുണ്ട്. കുറച്ച് കൂടുതലുള്ള ആളാണ്. നല്ല ലെങ്ത് ഉള്ള വണ്ടിയാണ്. ഏതാ മോഡൽ? ഇത് 2012 മോഡൽ. 12 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ അല്ല? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ടോപ്പിന്റെ വാഹനം. അതെ, പ്രീമിയം ആണ് കേട്ടോ. സത്യം. അതെ, പ്രീമിയം വണ്ടി എന്ന് തന്നെ പറയാം. കാരണം ഓടിക്കാൻ നല്ല പക്ക വണ്ടിയാണ്. കൂടുതലും ആൾട്ടർ ചെയ്യാനൊക്കെ ചെക്കന്മാരൊക്കെ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ആൾട്ടർ ചെയ്യുന്ന കൂടുതലും ഇവന്റെ അനിയന്മാര് സിറ്റി അങ്ങനത്തെ ഇതിലങ്ങനെ കളിക്കാറില്ല. അല്ല, എന്നാലും ഭയങ്കര ലുക്ക് ഉള്ള ഒരു വണ്ടിയാണ്. അപ്പൊ 12 മോഡല് വേറെ മെക്കാനിക്കൽ കംപ്ലൈന്റോ ഒന്നുമില്ല. ഫുള്ള് സർവീസ്. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഒക്കെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒക്കെ കസ്റ്റമർ ഡയറക്റ്റ് എടുക്കുന്ന ഓട്ടം 1,05,000 കിലോമീറ്റർ. 1.5. അതായത് ഹോണ്ട പെട്രോൾ എഞ്ചിനാണ്. ഇപ്പൊ അറിയാലോ ഹോണ്ട ഫുൾ ഫിറ്റ് വണ്ടിയാണ്. അത്രേ ഉള്ളൂ.
അപ്പോ ക്ലെയിമും കാര്യമൊന്നുമില്ല. ഒന്നുമില്ല. 4 പുത്തം പുതിയ ടയർ, 4 അല്ല 5 പുത്തം പുതിയ ടയറാണ്. NOC എടുത്തോ എവിടെയെങ്കിലും? ഇല്ല, എടുത്തിട്ടില്ല. അപ്പോൾ അത് വേറെ കാര്യം, ഇത് ഇപ്പൊ ഫസ്റ്റ് ഓണറിലാണ് ഓൾറെഡി കിടക്കുന്നത്. ശരി. പക്ഷെ ഇത് നമ്മളെ ബ്രോക്കറെ പേർക്ക് ഇപ്പൊ ചേഞ്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അയാൾക്ക് ഡയറക്റ്റ് NOCയിൽ തരാൻ ബുദ്ധിമുട്ടാണ്. കാരണം കേരളത്തിലേക്ക് വരുന്ന കുറെ പൊതുവെ, അതായത് കേരളം മാത്രമല്ല, പൊതുവെ അയാൾക്ക് കൊടുക്കാൻ പേടിയാണ്. ഒരു ഉദ്യോഗസ്ഥന്റെ വണ്ടിയാണ്. അപ്പോ ആർമി ഉദ്യോഗസ്ഥനാണ്, ഇത് വെറുതെ ഒട്ടിച്ചതല്ല, ഓൾറെഡി ഉള്ളതാണ്. അപ്പോ ഇത് നമുക്ക് 4.5 ലക്ഷം രൂപയ്ക്ക് കേരള പേപ്പർ ആക്കി കൊടുക്കാൻ പറ്റും. കേരള നമ്പർ ആക്കിയിട്ട് 4,50,000 രൂപയ്ക്ക് കിട്ടുന്നത് നിങ്ങൾക്ക്. സിംഗിൾ ഓണറിലാണ് ഇപ്പൊ നിലവിൽ. പക്ഷെ അത് സെക്കൻഡ് ഓണർഷിപ്പിക്ക് മാറ്റാൻ കൊടുത്തിട്ടുണ്ട്. യൂസേജ് ഒരാളാണ്. അപ്പൊ അതിന്റെ വീഡിയോസും കാര്യങ്ങളും ആളെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ട്. 12 മോഡലാണ്, 4,50,000 രൂപയ്ക്ക് എക്കോഡ്. ഇവനെ കൊണ്ടു നടക്കാനാണെങ്കിലും വലിയ പണിയില്ലല്ലോ. അടിപൊളി സാധനം, സിമ്പിൾ ആയിട്ട് കൊണ്ടുനടക്കാം. നല്ല ഡ്രൈവിംഗ് സുഖവും യാത്രാ സുഖവും ഉണ്ട് വണ്ടി. പക്കാ വണ്ടി. നിങ്ങളൊരു ബെൻസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ സൂപ്പറാണ്, സത്യമാണ്. അതെ. പിന്നെ പറയില്ല, ഫുൾ പക്ക ടയർ വരെ പുത്തം പുതിയതാ, ഒന്നും ചെയ്യാല്ല. ഉൾഭാഗം കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് Type 2 ഫോർച്യൂണർ UP രജിസ്ട്രേഷനിൽ കിടക്കുന്ന വാഹനമാണ്. 2016 6 മാസം ഇറങ്ങിയ വണ്ടി, അതായത് ലാസ്റ്റ് നിർത്തുന്ന ടൈമിൽ ഇറങ്ങിയിട്ടുള്ള വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, ഡയറക്റ്റ് കസ്റ്റമർ വണ്ടികളാണ്. ഇതിപ്പോ എപ്പോഴും പറയേണ്ട ആവശ്യമില്ല, നമ്മളടുത്ത് ഡയറക്റ്റ് കസ്റ്റമർ വണ്ടികൾ മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും അറിയാം. ഇല്ല, ഒന്നും മാറിയിട്ടില്ല. NOC ആരെ പേർക്കാന്ന് വെച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പ് നമുക്ക് മാറി കൊടുക്കാം. അപ്പൊ നിങ്ങളാണ് സെക്കൻഡ് ഓണർ ആവുമ്പോൾ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന 16 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക് 6 മാസം വണ്ടി കേട്ടോ. ഫസ്റ്റോ സെക്കൻഡോ ഒന്നല്ല, 6 മാസം വണ്ടി. കിലോമീറ്റർ 1,48,000 കിലോമീറ്റർ ജെന്യൂൻ ആണ്. നമ്മളിപ്പോ ഓടിച്ചു കൊടുക്കുന്ന വണ്ടിയാണ്. 2025 ലാസ്റ്റ് വരെ സർവീസ് ഉണ്ട്. ഇപ്പൊ 26 സർവീസ് ചെയ്യാനുള്ളൂ. നല്ല കുഴപ്പമില്ലാത്ത നല്ല ടയർസ്, 5 ടയർ പുത്തം പുതിയ ടയറാണ്. ഒരു ക്ലെയിം ഇല്ല, ഒന്നുമില്ല, മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. ആകെ മെയിൻ ഗ്ലാസ് മാത്രമാണ്. നമ്മൾ പൊതുവെ എല്ലാ ഇതിലും പറയാറുണ്ട്, ഉള്ളതുള്ള പോലെ പറഞ്ഞിട്ടുള്ള കച്ചവടമേ ഉള്ളൂ. മെയിൻ ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. മേജർ ആയിട്ടുള്ള ഒരു സംഭവം വണ്ടിമേലില്ല. ഹിസ്റ്ററിയിലുണ്ട്, കമ്പനിയിൽ തന്നെ മാറിയതാണ്. ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. അപ്പൊ എത്ര ഇപ്പൊ നമ്മള് പേപ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ആണ് ഇതിന് ഇട്ടിട്ടുള്ളത്. 15.5 ലക്ഷം രൂപ കേരള പേപ്പർ ആക്കിയിട്ടുള്ള റേറ്റ്. കേരള നമ്പർ ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ആവണമെങ്കിൽ എത്ര? എന്തായാലും 2.75 അടുത്ത് പേപ്പർ ആക്കാൻ 2.5 മുതൽ 2.25 ലക്ഷം വരെ ചാൻസ് ഉണ്ട് ടാക്സ് മാറാം. അപ്പൊ 16 2 വീൽ ഓട്ടോമാറ്റിക് പേപ്പർ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 15,50,000. പിന്നെ നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു 75,000 തന്നിട്ടുണ്ട്. നമ്മൾ ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടും തരും. കാരണം ഇപ്പൊ ഒരു വണ്ടി നമ്മൾ ഓൾറെഡി ഡെലിവറി കൊടുത്തിട്ടുണ്ട്, ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട്. ഏത് വണ്ടി എങ്ങനെ വേണമെന്ന് വെച്ചാൽ ചെയ്ത് തരാം. കാരണം നമ്മൾ അവിടുന്ന് ഡയറക്റ്റ് കസ്റ്റമർ നമ്മൾ അവിടുന്ന് എടുക്കാറുണ്ട്, ഡൽഹിയിൽ നിന്ന് എടുത്ത് കൊടുക്കാറുണ്ട്. അവർക്ക് നമ്മൾ ന്യൂ ടൈപ്പ് കൺവേർട്ട് ചെയ്തിട്ടുള്ള കിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ വണ്ടി തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിന് എക്സ്ട്രാ എന്താ പറയുക കമ്മീഷനും കാര്യങ്ങളൊന്നും എടുക്കലില്ല. കാരണം ഇവിടത്തേക്കാളും ഒരുപാട് വ്യത്യാസം ഉണ്ടെന്നുള്ള കസ്റ്റമർ തന്നെ പറയാറുണ്ട്. ഇപ്പൊ എടുത്തവര് ചിലപ്പോൾ കാണുന്നുണ്ടാവും, അവർക്ക് ജസ്റ്റ് കമന്റ് ഇടാം. അപ്പൊ നമ്മള് മാക്സിമം ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ താല്പര്യം വിളിച്ചോ. കേരള നമ്പർ ആക്കിയിട്ട് 15.5 ലക്ഷത്തിന് 16 2 വീൽ ഓട്ടോമാറ്റിക്. അടുത്ത വണ്ടിയിലേക്ക് ക്രിസ്റ്റയിലേക്ക് എത്തി. UP രജിസ്ട്രേഷൻ ക്രിസ്റ്റ. ഏതാ മോഡല്? ഇത് 2019 മോഡൽ. ഏതാ? Z ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പൊ വണ്ടി ഉള്ളത്. 1,60,000 കിലോമീറ്റർ ആണ് ടോട്ടൽ പ്രോപ്പർ സർവീസ്. 2026 സർവീസ് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമുക്ക് വണ്ടി അവിടുന്ന് തന്നത്. അപ്പൊ സെക്കൻഡ് ഓണർഷിപ്പ് ഫുൾ സർവീസ് ഉണ്ട്. ഒരു മേജർ ആയിട്ടുള്ള ഒരു അപാകതയില്ല. ഗ്ലാസ് മാത്രമേ ഒന്ന് മാറിയിട്ടുള്ളൂ, വേറെ ഒന്നും വണ്ടിമില്ല. പക്ക വണ്ടിയാണ്. കൊണ്ടാക്കി ചെക്ക് ചെയ്യാവുന്നത്. മോഡൽ 2019 മോഡൽ Z ടോപ്പൻ. ടോപ്പൻ എന്ന് വെച്ചാൽ സ്പോർട്സ് ടോപ്പൻ വരുന്നുണ്ട് എങ്കിൽ പോലും Z-ലാണ് നമ്മളെപ്പോഴും പറയാറ്. ഇതും നല്ല ടർബാം കാര്യമൊക്കെ ഉണ്ട്. ഒരു ക്ലെയിം ഇല്ലാത്ത നീറ്റ് വണ്ടി. ഡയറക്റ്റ് പോയിട്ട് പാർട്ടിയിൽ അപ്പൊ ഇത് NOC എവിടെ എടുത്തിട്ടില്ല? NOC എവിടെ കൊടുത്തിട്ടില്ല. 6 പേർക്ക് എടുത്തിട്ട് അവർക്ക് മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കും. എത്ര കൊടുക്കാം? ഇതിപ്പോ നമ്മള് പേപ്പർ അതായത് NOCയിലുള്ള റേറ്റ് ആണ് 16.5 ലക്ഷം രൂപ. 16,50,000 രൂപയ്ക്ക് 19 Z ഓട്ടോമാറ്റിക് മാറണമെങ്കിൽ ഒരു 2-2.5 ഒക്കെ കാണും. 3 രൂപ എന്തായാലും കാണണം. 3 രൂപ കാണും. വെറുതെ നമ്മള് എന്താ പറയാ, പലരും പല ആളുകളെ കൺഫ്യൂസ് ആക്കുന്നുണ്ട്. എന്തായാലും 3 രൂപ റേഞ്ച് എന്തായാലും കാണേണ്ടി വരും. കാരണം Z ടോപ്പിന്റെ മോഡൽ അല്ലേ, അത്യാവശ്യം ടാക്സ് വരുന്നുണ്ട്. NOC പ്രൈസ് ആണ് പറഞ്ഞത്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഫോർച്യൂണർ ഷേപ്പ് മാറി വന്ന വാഹനം UP രജിസ്ട്രേഷൻ തന്നെ അല്ലേ? അതെ. ഏതാ മോഡൽ? ഇത് 2016 മോഡൽ 4x4 ഓട്ടോമാറ്റിക്. 4x4 ടോപ്പിന്റെ മോഡൽ സിഗ്മയിൽ വരുന്ന 4x4 വന്നിട്ടുള്ള ഓട്ടോമാറ്റിക് ആണ്. പിന്നെ ഇത് 1,40,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. അതും പ്രോപ്പർ സർവീസ് ആണ്. ഓക്കെ. അപ്പോ ഈ ഷേപ്പ് നേരത്തെ കണ്ട ഷേപ്പിൽ നിന്ന് നേരെ മാറിയിട്ടില്ല. 11 മാസം വണ്ടിയാണ്. 2016 11 മാസം വണ്ടി. 4x4 ഓട്ടോമാറ്റിക്. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഇപ്പൊ നിലവിൽ. ഇല്ല, ഒന്നുമില്ല. ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. കമ്പനിയിൽ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ 25 ലാസ്റ്റ് വരെ സർവീസ് ഉണ്ട്. 26 സർവീസ് ചെയ്യാനുള്ളൂ. അപ്പോ ഇത് എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് NOC പേപ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ഒരു 24 lakhsന്
ചെറുതായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കും. 24 ലക്ഷം ചെറിയ നെഗോസിയേഷൻ ഉണ്ടാവും. കേരള നമ്പർ ആക്കിയിട്ടാണ് നിങ്ങൾ ഒന്നും ചെലവാക്കേണ്ട ആവശ്യമില്ല. 24 ലക്ഷത്തിന് 16 4x4 ഓട്ടോമാറ്റിക് ഫോർച്യൂണറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, പേപ്പർ ആക്കിയിട്ട് കേരള നമ്പർ ആക്കിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ശരിക്കും ഇത് മാറണമെങ്കിൽ എത്ര കാണേണ്ടി വരും? എന്തായാലും ഒരു 3,500 റുപ്യന്റെ ഉള്ളിൽ കാണണം, അത്രയും കാണേണ്ടി വരും. അത് കൂട്ടിയിട്ടുള്ള പൈസയാണ്. അതെ, ടോട്ടൽ എമൗണ്ട് ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ താല്പര്യമുണ്ടോ വിളിച്ചോ. അടുത്ത വണ്ടി അടുത്ത ഫോർച്യൂണറാണ്. UP രജിസ്ട്രേഷൻ തന്നെ, കൂടുതൽ UP ആണ് കണ്ടത്. UP ഡൽഹി തന്നെയല്ലേ കൂടുതൽ. ഓക്കെ, സെയിം ഷേപ്പ് തന്നെ അല്ലേ? ഇതാ മോഡല്? ഇത് 2017 മോഡല് സിഗ്മ 4x4 ആണ് ഓട്ടോമാറ്റിക്. 4x4 രണ്ടാമത്തെ ഓട്ടോമാറ്റിക് 4x4 ആണ്. സെയിം വണ്ടി തന്നെയാണ്, സെയിം ഓപ്ഷൻ തന്നെയാണ് സിഗ്മ. സിംഗിൾ ഓണർ, അത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, NOC എവിടെ എടുത്തില്ലല്ലോ? ഇല്ല, 6 പേർക്ക് കിലോമീറ്റർ. ഇത് ടോട്ടൽ ഓടിയിട്ടുള്ള 1,35,000 കിലോമീറ്റർ ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, മെയിൻ ക്ലാസ് മാത്രം, വേറെ ഒന്നും മാറിയിട്ടില്ല. കമ്പനി ചെയ്തില്ല. 1.38 പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. വേറെ ഒരു മേജറോ മൈനർ ആയിട്ടുള്ള ഒന്നുമില്ല, മെയിൻ ക്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഫുൾ കമ്പനി സർവീസിലുണ്ട്, ഒരു സർവീസും പുറത്തു നിർത്തിട്ടില്ല. 25 ലാസ്റ്റ് വരെ സർവീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 4x4 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇത് നമുക്ക് കേരള നമ്പർ ആക്കിയിട്ടാണ്. ഇത് കേരള നമ്പർ ആയത് ഇപ്പോൾ നമുക്ക് NOCയിൽ പറയാം. കാരണം ചില ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫറൻസ് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇത് പേപ്പർ NOCയിൽ 22.5 ലക്ഷം രൂപ, 22,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് NOCയിൽ ഈ ഒരു 4x4 ഓട്ടോമാറ്റിക് 2017 1.38 ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഫോർച്യൂണർ. 1.35 ഓടിയിട്ടുള്ളൂ, 1.35 ഫുൾ കമ്പനി സർവീസ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കൊണ്ടുപോകാം. മാറണമെങ്കിൽ ഒരു 3 ലക്ഷം 3.5 രൂപന്റെ റേഞ്ച് കാണേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ വെച്ചാൽ പുറത്തുള്ള മലയാളീസ് നമ്മളെ വിളിക്കാറുണ്ട്. ഈ തമിഴ്നാടും അതേപോലെ കർണാടകയും ഒക്കെ ഉള്ള മലയാളികൾ നമ്മളെ വിളിക്കാറുണ്ട്, ഹൈദരാബാദൊക്കെ ഉള്ള. അപ്പോൾ അവർക്കും വേണമെങ്കിൽ കൊണ്ടുപോകാൻ കേട്ടോ. NOCന്റെ ഗുണം ഒരുപാട് ആൾക്കാർ കർണാടകയിൽ നിന്നാണെങ്കിലും അതേപോലെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വിളിക്കാറുണ്ട്, അന്നമാര് കാര്യങ്ങളൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ കുറെ ആൾക്കാർ പയ്യന്മാർ ഒരുപാടുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് വണ്ടി കൊടുക്കുന്നത്. പക്ഷെ അവിടുത്തെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന സംഭവമാണ്, പ്രോപ്പർ സർവീസ് അല്ല കൊടുക്കുന്നത്. അതായത് റേറ്റ് കുറഞ്ഞിട്ടുള്ള വണ്ടികൾ, ഒരുപാട് റേറ്റ് കുറഞ്ഞിട്ടുള്ള വണ്ടികൾ വരുന്നത്. അത് ചിലപ്പോൾ 21 സർവീസ് ഉണ്ടാവും, പിന്നെ 23 ചെയ്തതാവും, പിന്നെ ചിലപ്പോൾ 25. പണ്ടേ വീഡിയോയിൽ പറയുന്നതാണ് സർവീസ് നോക്കാന്ന് വെച്ചാൽ 10 അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കറക്റ്റ് സർവീസ് 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വർഷം. നമ്മളൊക്കെ 10-13 വർഷമായി ഇപ്പൊ ഈ ഫീൽഡിൽ. അതിനുശേഷം ഇപ്പോൾ ശരിക്കും പറഞ്ഞൊരു 4-5 വർഷമായിട്ടുള്ളൂ ഇത്ര വളുക്കായിട്ട്. ഇപ്പൊ അവിടെ എടുക്കുന്ന ഒരുപാട് കച്ചറ വണ്ടികൾ കണ്ടമാണ്ടായിരുന്നു, ഒക്കെ ഇപ്പൊ നാട്ടിലേക്ക് എത്തി. അപ്പോ വണ്ടികളൊക്കെ ഒരുവിധം നാട്ടിലേക്ക് എത്തി. കാരണം വെച്ചാൽ കുറഞ്ഞ റേറ്റിന് വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, മാർക്കറ്റ് റേറ്റ് എന്തായാലും വണ്ടിക്കുണ്ട്, അതിലും കുറഞ്ഞിട്ട് വരുന്ന വണ്ടികൾ ശരിക്കും ശ്രദ്ധിച്ചെടുക്കുക. ഒരാള് 2.5 ലക്ഷത്തിന് എണ്ണ പോയിട്ട് കുറെ ആൾക്കാർ പോയി കുടുങ്ങിയിട്ടുണ്ട്, ഒരുപാട് പേര് കുടുങ്ങിയിട്ടുണ്ട്. കുറെ ആൾക്കാർ കിട്ടിയിട്ടുണ്ട്, നല്ല വണ്ടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ നല്ല വണ്ടിക്ക് ആ വിലയും കൊടുത്തിട്ടുണ്ട്. അതെ, വില കൊടുക്കുന്നുണ്ട്. ചില ആളുകൾ അത് പരിച്ചിട്ട് എടുക്കുകയാണ്. കാരണം ഒരിക്കലും നല്ലൊരു വണ്ടി പ്രോപ്പർ കസ്റ്റമർ എടുക്കുന്ന വണ്ടികളല്ലാത്ത വണ്ടികളൊക്കെ ഒരുവിധം എന്താ പറയുക ഹിസ്റ്ററി ശരിക്കും ചെക്ക് ചെയ്തിട്ട് എടുക്കുക. കാരണം ഒരിക്കലും പ്രോപ്പറായിട്ട് കമ്പനി സർവീസ് വരുന്നില്ല. ഇപ്പോൾ കുറേ ആൾക്കാർ നമ്മളായിരുന്നു അവിടെ, ഞാൻ ഇപ്പോൾ നാട്ടിലേക്ക് വന്നിട്ട് ഇന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഇതേമാതിരി നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഹിസ്റ്ററി ഞാൻ എനിക്ക് തരാറുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് മിനിമം എഞ്ചിൻ നമ്പറും ചേസിസ് നമ്പറും ഒന്ന് ചെക്ക് ചെയ്യാം, കറക്റ്റ് നോക്കണം. അതെ, അത് സത്യമായിട്ട് നോക്കണം. അല്ലെങ്കിൽ വേറെ വണ്ടിന്റെ എഞ്ചിൻ ഞാൻ പറഞ്ഞല്ലോ, ഈ കച്ചവടക്കാരിൽ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കസ്റ്റമറിൽ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഇല്ല. എന്നാലും തട്ടി വണ്ടികളൊക്കെ കസ്റ്റമറിൽ നിന്ന് വരാറുണ്ട്. പക്ഷെ എങ്കിൽ പോലും വൾക്കായിട്ടുള്ള വിഷയങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. 10-13 വർഷമായി നമ്മൾ ഈ ഫീൽഡിൽ. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഇത്രയും കാലമായിട്ട് വന്നിട്ടൊന്നുമില്ല. അടുത്ത വണ്ടിയില്ല. അടുത്തത് സെയിം ഷേപ്പ് തന്നെ ഡൽഹി വണ്ടിയാണ്. ഏതാ മോഡൽ? ഇത് 2017 4x2 മോഡൽ, 4x2 ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് വണ്ടി എടുക്കുന്നത്. 1,15,000 കിലോമീറ്റർ പ്രോപ്പർ ഓടിയിട്ടുള്ളൂ, ഫുള്ളി കമ്പനി സർവീസ് ആണ്. ഓക്കെ, 2025 ലാസ്റ്റ് വരെ സർവീസ് ഉണ്ട്. പിന്നെ മെയിൻ ക്ലാസ് മാത്രം മാറിയിട്ടുണ്ട്, കമ്പനിയിൽ തന്നെ മാറിയിട്ടുള്ള അവിടെ ശരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് അല്ല, പൊട്ടിയിട്ട് മാറിയിട്ടുള്ളതാണ്. ഓട്ടോമാറ്റിക്. ഇതിലും എല്ലാത്തിലും ടയർ ഭാഗമൊക്കെ അടിപൊളിയാണ്. എടുത്തു കഴിഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് ഒരു 4 ടയർ ഒന്നും ചെയ്യാണ്ടാവില്ല. നമ്മൾ ഇവിടുന്ന് പ്രോപ്പർ ആയിട്ട് ഇനിയിപ്പോൾ കസ്റ്റമർ പറയുകയാണ് ഇന്ന വർക്ക് ഉണ്ട് എന്ന് പറയുന്നത് ആ വർക്ക് നമ്മൾ എടുത്തിട്ടേ തരുള്ളൂ. അല്ലാതെ വേറെ ഉള്ള ഒരു കച്ചവടങ്ങളും കാര്യങ്ങളും വെർപ്പിക്കൽസ് ഒന്നും ഇല്ല. ഇത് NOC തന്നെ കൊടുക്കാം. 22.4 കൊടുക്കത്. 22,25,000 ഓട്ടോമാറ്റിക് ആണ്. 1,15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, പ്രോപ്പർ ആണ്. വേറെ ഒന്നും ചെയ്യാനില്ല, പക്ക വണ്ടിയാണ്. ടയർ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. വർക്കുകളൊന്നും പെൻഡിങ് ഇല്ല, കാരണം നമ്മൾ ഓടിച്ചു കൊടുക്കുന്നതാണ്. പ്രാവശ്യം നമ്മൾ ഫാമിലി ആയിട്ട് പോയിരുന്നു, അപ്പൊ 2 വണ്ടി ഓടിച്ചു കൊടുക്കണം, ബാക്കിയുള്ള കയറ്റിട്ട്. അടുത്ത വണ്ടിയിലേക്ക് ഫോർച്യൂണറും ക്രിസ്റ്റയും കണ്ടു. ഇനി ഇവനെ മൂത്താപ്പനെ കണ്ടേ, ഇന്നോവ.
ഇന്നോവ ഒക്കെ കഴിഞ്ഞു, ആകെ 2 പീസേ ഉള്ളൂ ഇനി. ഇപ്പൊ വന്നിട്ടുള്ളതുകൊണ്ടാണ്. അവിടെ എനിക്ക് കിട്ടാണ്ടോ ഡൽഹിയിൽ? ഡൽഹിയിൽ പൊതുവേ ഞാൻ പറയല്ലോ കച്ചവടക്കാര വണ്ടികളുണ്ട്, അതിന് സർവീസ് ഉണ്ടാവില്ല. സർവീസ് ഇല്ലാത്ത വണ്ടികൾ നമ്മൾ എടുത്തു കൊടുക്കുന്നത് കസ്റ്റമർക്ക് ഡയറക്റ്റ് പറഞ്ഞിട്ട് കൊടുക്കണം. കാരണം അല്ലാത്ത വണ്ടികളൊന്നും നമ്മളിവിടെ കൊണ്ടുവരില്ല. അപ്പൊ ഇതാ മോഡല്? ഇത് 2015 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 1,55,000 കിലോമീറ്റർ ടോട്ടൽ ഓടിയിട്ടുള്ളൂ. G4 ഓട്ടം, സോറി G4 മാനുവൽ, സോറി G4 മാനുവൽ 15 155 ഓടിയ വണ്ടി. NOC എടുത്തില്ലല്ലോ? ഇല്ല, NOC എടുത്തിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇത്. നമുക്ക് കേരള പേപ്പർ ആക്കിയിട്ട് നമുക്കൊരു 9 ലക്ഷം റുപ്യ കൊടുക്കാം. ഓക്കെ, കേരള നമ്പർ ആക്കി കഴിഞ്ഞ ശേഷമാണ് 9 ലക്ഷത്തിന് 15 G4 നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഫുൾ ഫിറ്റ് വണ്ടി കേട്ടോ, ഒന്നുമില്ല. പക്ക ടയറൊക്കെ പുത്തൻ പുതിയ ടയറാണ്. പ്രൈസ് എന്ന് വെച്ചാൽ ഇന്നോവന്റെ ഈ പ്രൈസ് എന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോ 2 കൊല്ലം മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റ് ഓരോ ടൈമിലും ഇങ്ങനെ മാറി. പക്ഷെ ഇന്നോവ ഫോർച്യൂണറൊക്കെ പൊതുവെ ഇപ്പൊ ആ ലെവലിൽ തന്നെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് വ്യത്യാസങ്ങൾ. പിന്നെ കുറഞ്ഞിട്ടുള്ള വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ കുറഞ്ഞിട്ടുള്ള വണ്ടിയുണ്ട്, പിന്നെ വണ്ടിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവും മാത്രം. കാരണം സർവീസ് പ്രോപ്പർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടാവും, അങ്ങനത്തെ ഒന്നും ഇല്ല വണ്ടിമേല്. കാരണം പക്ക സർവീസും ഉണ്ട്, ടയർ കാര്യങ്ങളൊക്കെ പുത്തൻ പുതിയ ടയറുകളാണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഇത് കേരള നമ്പർ ആക്കിയിട്ടാണ്. നമ്പർ ആക്കണേ തന്നെ 1 ലക്ഷം, 1 ലക്ഷം റുപ്യ എന്തായാലും 1 ലക്ഷം റുപ്യ കാണ്ടി വരും. അപ്പൊ നമ്പർ ആക്കിയിട്ടുള്ള വിലയാണ് ഈ പറഞ്ഞത് 9 ലക്ഷം. G4 നിങ്ങൾ വേറെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അതെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ക്രിസ്റ്റയാണ്. ഏതാ മോഡൽ ഇത്? 2021 മോഡല്. ഓക്കെ, BS6 വരുന്ന കേട്ടോ. അതായത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ 88,000 കിലോമീറ്റർ. 21 88. വലിയ ഓട്ടം പോയിട്ടില്ല. ഇല്ല, ഓട്ടം കുറവാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കസ്റ്റമർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടിമേലില്ല. ക്ലീൻ വണ്ടിയാണ്. ജസ്റ്റ് പമ്പർ ഒന്ന് ടച്ച് ചെയ്യണേ, നമ്മൾ ഏതായാലും ഫുള്ള് ക്ലിയർ ചെയ്തിട്ടാ കൊടുക്കുക. കറക്റ്റ് ചെയ്ത് പോളിഷ് ചെയ്തിട്ടുണ്ട്. കാരണം കസ്റ്റമർ വണ്ടികളൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലും സ്ക്രാച്ച് ഉണ്ടാവും, ചിലപ്പോൾ ഏതെങ്കിലും ഓർമല് അല്ലെങ്കിൽ പമ്പർമല് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്ക് NOC 16.5 ലക്ഷം റുപ്യ കൊടുക്കാം. 16,50,000 രൂപയ്ക്ക് 21 മോഡൽ ക്രിസ്റ്റ നിങ്ങൾക്ക് G4 ഓട്ടോമാറ്റിക് ആണ്. BS6 വന്നിട്ടുള്ള കേട്ടോ. ഓക്കെ, അപ്പൊ മാറണമെങ്കിൽ എത്ര കാണുന്നത്? മാറണമെന്ന് 2 രൂപ റേഞ്ച്. 2 രൂപ. ഓക്കെ, ഏകദേശം മാറാൻ വേണ്ടി വരും. എങ്ങോട്ട് NOC എടുത്തില്ല, നിങ്ങളുടെ ഇതിലേക്ക് NOC കിട്ടും. മാത്രമല്ല ഇവിടെ ഒരു ജോലി ഓഫറും കൂടി ഉണ്ട്. ഒരു ലേഡി സ്റ്റാഫിന് ആവശ്യമുണ്ട്. വണ്ടിയെ പറ്റി അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന ഒരു ലേഡി സ്റ്റാഫിന് ആവശ്യമുണ്ട്. കാരണം ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാവില്ല, നമ്മള് കൂടുതലും ഡൽഹിയിലല്ലേ. അപ്പൊ ഇവിടെ ഉള്ള ഒരാൾ പോവാണ്, അതുകൊണ്ടാണ് വേക്കൻസി. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു മാനേജ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റാഫിനെ ജെൻസിനെ നോക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വർക്ക്ഷോപ്പ് പെയിന്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് അത്യാവശ്യം അറിയുന്ന ഒരു മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ജെൻസിന് നോക്കുന്നുണ്ട്. എല്ലാവരും പറ്റുന്നത് ഈ മലപ്പുറം ജില്ലയിലെ ഏരിയ തന്നെയാണ് നോക്കുന്നത്. കാരണം ഡെയിലി പോയി വരാൻ വിധത്തിലുള്ള ആളുകൾ. പിന്നെ റൂം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് മാക്സിമം റൂം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, നോക്കാം. ഇനിയിപ്പോ ലേഡി സ്റ്റാഫ് ആണെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റുന്ന ലേഡി സ്റ്റാഫ് ആണെങ്കിലും മതി. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി ഉണ്ട് കേട്ടോ. ഇത് NOC ഇത് 16 NOC ഫുൾ ഫിറ്റ്. അത് ക്ലിയർ ചെയ്ത് തരും, ടച്ച് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ. കാരണം പക്കാ വണ്ടിയാണ്, ഒന്നും ചെയ്യാനില്ല. ആ പെയിന്റിംഗ് മോഡൽ G4 ഓട്ടോമാറ്റിക് കേട്ടോ. അടുത്ത വണ്ടിയിൽ അടുത്തത് ഒരു നീറ്റ് ഇന്നോവ ഗ്രേ കളർ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015 മോഡല്. തേർഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. കാരണം ഡയറക്റ്റ് പാർട്ടി വണ്ടി തന്നെ കേട്ടോ, അതായത് മാറ്റില്ല. അവിടെ തന്നെ നമ്മൾ എടുത്തതാണ്. തേർഡ് ഓണർഷിപ്പിൽ കസ്റ്റമറിൽ നിന്ന് ഡയറക്റ്റ് എടുത്താണ്. കൊടുന്ന കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി എടുക്കുന്നത്. ഫുൾ ഫിറ്റ് വണ്ടി, ആർക്കും വന്ന് നോക്കാവുന്നതാണ്. പെട്ടെന്ന് G4 അതെ, തേർഡ് ഓണർഷിപ്പ് ആണെന്നേ ഉള്ളൂ. 1,40,000 സംതിങ് ഓടിയിട്ടുള്ളൂ. ജെനുവിൻ ആണ്. പിന്നെ നമ്മൾ കൊണ്ടുവരുന്ന വണ്ടികളൊക്കെ ഇന്റർകൂളർ എഞ്ചിനാണ്. പിന്നെന്താ പറയാ, അവിടെ മറ്റേത് വരുന്നുണ്ടോ? മറ്റേ ടെർബോ വരുന്നുണ്ട്. ടെർബോ ഇഷ്ടംപോലെ ഉണ്ട്. ലക്നോ ഭാഗത്തൊക്കെ കൂടുതലും ടെർബോ ഉണ്ട്. പിന്നെ വെസ്റ്റ് ബംഗാൾ ഇവിടെ ഒക്കെ ടെർബോ ആണ്. അതൊക്കെ കൂടുതൽ ഇവിടെ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് അറിയില്ല ഈ ടെർബോ ഇന്റർകൂളറും തമ്മിലുള്ള സെറ്റപ്പ് എന്താന്നുള്ള ചില കസ്റ്റമേഴ്സിനൊന്നും അറിയില്ല. കൂടുതലും ഇന്റർകൂളർ എഞ്ചിൻ എടുക്കാൻ നോക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് എത്ര ഓടിയാലും അത്രയും തണുപ്പിക്കുന്ന ഒരു സംഭവം ഇമത്തിന്റെ കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ മൈലേജിലും വ്യത്യാസമുണ്ട്. 13, 14 ശരി. ചില വണ്ടികൾ 15 വരെ നമുക്ക് ഓടിച്ചു കൊണ്ടിരുമ്പോ കിട്ടിയിട്ടുണ്ട്. പക്ക സർവീസ് ഉള്ള വണ്ടികളാകുമ്പോൾ കറക്റ്റ് നല്ലതില്. ഇടയ്ക്ക് മാത്രം കേട്ടോ, എല്ലാ വണ്ടികളും നല്ല പറഞ്ഞത്. മറ്റുള്ള വണ്ടികളൊക്കെ 13, 14 കറക്റ്റ് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഇത് നമുക്ക് ഇപ്പൊ NOC ഇത് പേപ്പർ ആക്കിയിട്ട് നമുക്ക് 8 ലക്ഷം റുപ്യ നമ്മൾ ടോട്ടൽ ഇട്ടിട്ടുള്ളത്. ചെറുതായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കുക. പേപ്പർ ആക്കിയിട്ട് 8 ലക്ഷത്തിന് 15 തേർഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള ഒന്നും ചെയ്യാല്ല, പക്ക വണ്ടി. G4 അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം എന്താ, ഒരു അൾട്ടോ ആണ്. ചെറിയൊരു സെഗ്മെന്റ് കൂടെ ഉണ്ട്. അതെ, ചെറിയൊരു KL 51 വണ്ടി. ഏതാ മോഡല്? കസ്റ്റമർ വണ്ടിയാണ്. പാർക്ക് ആൻഡ് സെയിൽ ഇട്ട വണ്ടിയാണ്. 2011 മോഡൽ.
11 പേപ്പർ ഇപ്പോ പേപ്പർ 4ാമത്തെ ഓണർഷിപ്പാണ് വണ്ടി. പേപ്പർ റിന്യൂവൽ ചെയ്തിട്ടുണ്ട്. 2031 വരെ റിന്യൂവൽ ചെയ്ത വണ്ടിയാണ്. പേപ്പർ ഗ്ലാസോ കാര്യങ്ങളോ പോലും മാറാത്ത വണ്ടിയായിട്ടോ, പക്ക വണ്ടിയാണ്. കാരണം ഇങ്ങനത്തെ വണ്ടികൾ വരലില്ല പൊതുവേ. ഇപ്പോൾ ആൾട്ടോ ഭയങ്കര മാർക്കറ്റിൽ കിടന്ന് കളിക്കുന്ന ഒരു വണ്ടിയാണ്, കിട്ടാനില്ല സത്യം. കിലോമീറ്റർ എത്ര 1,00,000 സംതിങ് ഓടിയിട്ടുള്ളൂ. 1,02,000 4,000 എന്തോ ഓടിയിട്ടുള്ളൂ. അപ്പോ എത്രയാ ഇപ്പൊ ചോദിക്കുന്നത്? ഇപ്പോ ഇത് 1,35 കസ്റ്റമർ ഇട്ടിട്ടുള്ളത്. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുക. വണ്ടി പക്ക വണ്ടിയാട്ടോ, ഒന്നും ചെയ്തിട്ടില്ല. അതായത് റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല വണ്ടി. ഓണർഷിപ്പ് ഡ്രോബാക്ക് ഉണ്ടെന്നേ ഉള്ളൂ. അതെ, വണ്ടി മെക്കാനിക്കലി വണ്ടിയാണ്, എല്ലാം വർക്കിംഗ് ആണ്. AC കാര്യങ്ങൾ AC ഉണ്ട്. ഇപ്പൊ തണുപ്പ് കുറവുണ്ടായി നമുക്ക് സെറ്റ് ചെയ്ത് തരാം. ഗ്യാസിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. 1,35 ചോദ്യമാണ്. 2031 വരെ ഫുൾ പേപ്പർ ചെയ്ത റിന്യൂവൽ ചെയ്ത വണ്ടി. നല്ലൊരു കാർ. അതെ, ഒക്കെ പക്ക നീറ്റ വണ്ടി. താല്പര്യം വിളിച്ചോളൂ. അപ്പോൾ നമ്മൾ തൽക്കാലം നിർത്താണ്. അപ്പോൾ നുവാക്കാസിലേക്കുള്ള കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ സ്റ്റാഫിന് ആവശ്യമുണ്ട്, വർക്ക്ഷോപ്പിലേക്കും ആവശ്യമുണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഷോറൂമിലേക്കും ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്തോളൂ. ജോലിക്കും കോൺടാക്ട് ചെയ്യാം, വണ്ടിക്കും കോൺടാക്ട് ചെയ്യാം. സെയിം നമ്പർ. ഓക്കെ, അപ്പോൾ തൽക്കാലം നിർത്താണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. ബൈ.